യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടത്തിയ അടിച്ചമർത്തലിൽ ഇരകളായ വിദ്യാർത്ഥികൾക്കും അക്കാദമിക് വിദഗ്ധർക്കും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാന്റെ അക്കാദമിക് ഉദ്യോഗസ്ഥർ. അമേരിക്കയിലെ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നതിൽ രാജ്യത്തെ സർവകലാശാലകൾ അഭിമാനിക്കുന്നുവെന്ന് ഇറാനിലെ അക്കാദമിക് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ പ്രസ്താവനയിൽ പറഞ്ഞു. പലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കെതിരെ സയനിസ്റ്റ് ഭരണകൂടം നടത്തിയ അതിക്രമങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി അതിനെതിരെ ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികളെ അടിച്ചമർത്തിയും അവരെ സർവകലാശാലകളിൽ നിന്ന് പുറത്താക്കിയും നടപടികളെടുത്തതിൽ നിന്ന് തന്നെ അമേരിക്കയുടെ മുഖം എത്രത്തോളം വികൃതമാണെന്നത് വ്യക്തമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. പലസ്തീൻ ലക്ഷ്യത്തോട് അനുകമ്പ കാണിച്ചതിന് അമേരിക്കൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പുറത്താക്കുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ഇറാനിലെ സർവകലാശാലകൾ തയ്യാറാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇറാനിലെ സുപ്രീം കൗൺസിൽ ഓഫ് ദി കൾച്ചറൽ റവല്യൂഷൻ, അക്കാദമി ഓഫ് സയൻസസ്, അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് എന്നിവയുമായി സഹകരിച്ച് ഇറാനിയൻ സർവകലാശാലകളിൽ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സാധ്യമാക്കുമെന്നും ഇറാൻ അറിയിച്ചു. അമേരിക്കയെ പിടിച്ചുകുലുക്കിയ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധമുള്ള എല്ലാ സർവകലാശാല പ്രവർത്തകരെയും നാടുകടത്തുമെന്ന ഭീഷണിയെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപടിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. രാജ്യത്തുടനീളമുള്ള കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ആഴ്ചകളോളം ദിവസേന പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ക്യാമ്പയിനുകൾ നടത്തി വൻ പ്രക്ഷോഭങ്ങളാണ് ഭരണകൂടത്തിനെതിരെ ഉയർന്നിരുന്നത്. മാർച്ച് 8-ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ മഹ്മൂദ് കഹ്ലീലിനെ അമേരിക്കൻ ഇമിഗ്രേഷൻ ഏജന്റുമാർ അറസ്റ്റ് ചെയ്തതു മുതൽ നടപടികൾ കൂടുതൽ ശക്തമായി. ലൂസിയാനയിലെ ഒരു ഇമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രത്തിൽ തടവിൽ കഴിയുന്ന കഹ്ലി പലസ്തീൻ അനുകൂല ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് നാടുകടത്തൽ ഭീഷണിയും നേരിടുന്നുണ്ട്. അമേരിക്ക കുറഞ്ഞത് 300 വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഈ കണക്ക് 300-ൽ കൂടുതലാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ അമേരിക്കയുടെ വിദേശ നയത്തിനും ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾക്കും എതിരാണെന്നും അദ്ദേഹം ആരോപിച്ചു. അതുമാത്രമല്ല, വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് കുടിയേറിയ ശേഷം പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെയുള്ള ആക്ടിവിസത്തിന്റെ ഭാഗമായവർക്കെതിരെ നടപടി വീണ്ടും ഭരണകൂടം കർശനമാക്കിയ വാർത്തകളും പുറത്തുവരുന്നുണ്ട്. അമേരിക്ക അനുവദിച്ചിട്ടുള്ള സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയെന്നും എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്നുമുള്ള അറിയിപ്പാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത്. പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലും മറ്റും പങ്കെടുത്തവർക്കെതിരെയായിരുന്നു ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിച്ചിരുന്നതെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ പോലും നടപടി സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു പോലും വിലക്കേർപ്പെടുത്തുന്നുവെന്ന ആക്ഷേപങ്ങളാണ് ഈ നടപടിക്കെതിരെ ഉയരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഏതാനും വിദ്യാർത്ഥികൾക്കെതിരെയും അമേരിക്കയുടെ വിസ റദ്ദാക്കൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ പോസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കിടുന്നത് പോലും വിസ റദ്ദാക്കലിന് കാരണമാകുമെന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2023-24 അക്കാദമിക് ഇയറിൽ 11 ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലെത്തിയതെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 3,31,000 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. A1 വിസ എന്ന പേരിലാണ് അമേരിക്ക വിദ്യാർത്ഥികൾക്കുള്ള വിസ അനുവദിക്കുന്നത്. അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നതിനായി അമേരിക്കയിൽ താമസിക്കുന്നതിന് വിദേശ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന നോൺ ഇമിഗ്രന്റ് വിസയാണ് A1 വിസ. സ്കൂൾ, കോളേജ്, സെമിനാറുകൾ തുടങ്ങിയവയിലെ വിദ്യാഭ്യാസത്തിന് ഈ വിസ ലഭിക്കും. അതിനിടയിൽ ലോകത്തിലെ കൊളോണിയൽ ശക്തികൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്ന സയനിസ്റ്റ് ഭരണകൂടമാണ് മേഖലയിലെ ഏറ്റവും വലിയ ശത്രുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇസ്ലാമിക വിപ്ലവ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനി. അവരെ വേരോടെ പിഴുതെറിയണമെന്നും ടെഹ്റാനിലെ ഇമാം ഖൊമേനിയുടെ മൊസല്ല ഗ്രാൻഡ് പ്രയർ ഗ്രൗണ്ടിൽ ഈദുൽ ഫിത്തർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ ശേഷം നടത്തിയ പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക രാജ്യങ്ങളിലെ പോരാളികൾ പ്രോക്സികളാണെന്നാണ് പാശ്ചാത്യർ ആരോപിക്കുന്നത്. ഈ മേഖലയിൽ ഒരേയൊരു പ്രോക്സി ശക്തി മാത്രമേയുള്ളൂ. അത് അഴിമതി നിറഞ്ഞ ഇസ്രായേൽ ഭരണകൂടമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്നും അവസരം ലഭിച്ചാൽ കോളനിവൽക്കരണക്കാരുടെ പ്രതിനിധിയായി സിറിയയെ ആക്രമിച്ചതുപോലെ
മറ്റു രാജ്യങ്ങളുടെ പ്രദേശങ്ങളും ആക്രമിക്കുമെന്നും നേതാവ് കൂട്ടിച്ചേർത്തു. ഈ ക്രിമിനൽ സംഘത്തെ പലസ്തീനിൽ നിന്ന് പിഴുതെറിയണം. അത് പിഴുതെറിയപ്പെടുകയും ചെയ്യും. ഈ ദുഷ്ടശക്തിയെ ഈ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇറാനെതിരായ അമേരിക്കൻ ഭീഷണികൾ ചൂണ്ടിക്കാട്ടിയ നേതാവ് ഏതൊരു ദുഷ്പ്രവർത്തിക്കും തീർച്ചയായും നിർണായക പ്രതികരണം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. ശത്രുക്കൾ രാജ്യത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹം ഇളക്കിവിടാൻ പദ്ധതിയിടുകയാണെങ്കിൽ ഇറാൻ രാഷ്ട്രം അവർക്ക് തിരിച്ചടി നൽകുമെന്നും ആയത്തുള്ള അലി ഖമേനി കൂട്ടിച്ചേർത്തു.